സോ നെക്സ്റ്റ് നമ്മൾ പറയുന്ന തിയറം എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആപ്ലിക്കേഷൻ. അതായത് ഒരു നമ്പർ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നു കഴിഞ്ഞാൽ അത് പ്രൈം ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു തിയറമാണ് നെക്സ്റ്റ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എവറി കോമ്പസിറ്റ് നമ്പർ n ഹാസ് എ പ്രൈം ഫാക്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n, ഇൻറ്റിജർ പാർട്ട് ഓഫ് റൂട്ട് n. അതായത് കോമ്പസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പ്രൈം ഫാക്ടർ ഉണ്ടാവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റിജർ പാർട്ട് ഓഫ് റൂട്ട് n ആയിട്ടുള്ള, റൂട്ട് എന്നിൻ്റെ ഇൻറ്റിജർ പാർട്ടിനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ട് ഒരു പ്രൈം ഫാക്ടർ എന്തായാലും ഈ കോമ്പസിറ്റ് ഇൻറ്റിജറിന് ഉണ്ടാവും. അപ്പോൾ ഒരു നമ്പർ പ്രൈം ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ, പ്രൈം ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോമ്പസിറ്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് 100 എടുത്തു. സോ 100 കോമ്പസിറ്റ് ആണോ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് 100 എടുത്തു. റൂട്ട് ഓഫ് 100 ഈസ് 10. സോ ഇൻറ്റിജർ പാർട്ട് ഓഫ് റൂട്ട് 100 കംപ്ലീറ്റ്ലി സ്ക്വയർ റൂട്ട് ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കോമ്പസിറ്റ് നമ്പർ ആണെങ്കിൽ ഈ നമ്പറിന് 10ൽ താഴെയുള്ള ഒരു പ്രൈം ഫാക്ടറെങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. സോ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതാദ്യം നമുക്ക് ലിസ്റ്റ് ചെയ്യാം. 2, 3, 5, 7, നെക്സ്റ്റ് 11 ആണ്. സോ 2, 3, 5 and 7. സോ ഇതൊന്നും തന്നെ ഈ 100ൻ്റെ ഫാക്ടേഴ്സ് ആണോ നോക്കുക. ഐ മീൻ ഇതിലേതെങ്കിലും 100ൻ്റെ ഫാക്ടർ ആണെങ്കിൽ ആ നമ്പർ എന്താവില്ല, പ്രൈം നമ്പർ ആവില്ല. സോ ഇറ്റ് ഈസ് എ കോമ്പസിറ്റ് നമ്പർ. So 2 is a, we know it is clearly that 2 is a factor of 100. 200ൻ്റെ ഫാക്ടർ ആണ്. സോ 100 is not a prime number. സോ ഇത് കോമ്പസിറ്റ് നമ്പർ ആണെന്ന് പറയാം. സോ കോമ്പസിറ്റ് നമ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഇൻറ്റിജർ പാർട്ട് നോക്കുക. അതിനേക്കാളും ചെറിയ അതിൽ താഴെയുള്ള പ്രൈംസ്, ഏതെങ്കിലും പ്രൈമുകൾ ഇതിൻ്റെ ഫാക്ടർ ആണോ നോക്കുക. ഫാക്ടർ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഷുഡ് ബി കോമ്പസിറ്റ്. ഇനി ആ പ്രൂഫാണ് അത് പറയുന്നത്. പ്രൂഫ് അഗെയിൻ ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അതായത് നമുക്ക് പറയേണ്ടത് എന്താണ്, ഏത് കോമ്പസിറ്റ് നമ്പർ എടുത്താലും അതിന് ഒരു പ്രൈം ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n ആയിട്ടുള്ള. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു n ഈസ് എ കോമ്പസിറ്റ് നമ്പർ ആൻഡ് അസ്യൂം ദാറ്റ് ദർ ആർ പോസിറ്റീവ് ഇൻറ്റിജർ. കോമ്പസിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം ആ നമ്പറും അല്ലാത്ത ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ ദർ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് a and b such that n is equal to a into b, where 1 is less than a less than n and 1 less than b less than n. ഇനി എല്ലാ n ഹാസ് എ പ്രൈം ഫാക്ടർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n എന്നുള്ളതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n ആണ്. സോ നമ്മൾ സപ്പോസ് ചെയ്യുന്നു ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് n ആൻഡ് b ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ റൂട്ട് n. So n is equal to a into b, which is greater than, strictly greater than root n into root n, which is equal to n. So n greater than n ഉള്ള ഒരു കോൺട്രഡിക്ഷനിലേക്കാണ് വരുന്നത്. So either a is less than or equal to root n or b is less than or equal to root n. Since both a and b are integers, it follows either that a less than or equal to integer part of root n and b less than or equal to integer part of root n. ഒരു സിമ്പിൾ പ്രൂഫാണിത്. സോ വി ഹാവ് ദി തിയറം. സോ എവറി ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഹാസ് എ പ്രൈം ഫാക്ടർ. സോ എനി സച്ച് ഫാക്ടർ ഓഫ് a b is also a factor of n. So n must have a prime factor less than or equal to root n. So if n has no prime factors less than or equal to root n, then n is a prime. Otherwise it is a composite number. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണിത്. എന്നിന് റൂട്ട് എന്നിനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടൊരു പ്രൈം ഫാക്ടർ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും, ഒരു പ്രൈം ആയിരിക്കും. അങ്ങനെ ഒരു പ്രൈം ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കോമ്പസിറ്റ് നമ്പർ ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിളാണ് നോക്കേണ്ടത്. ഡിറ്റർമിൻ വെദർ 1601 ഈസ് എ പ്രൈം നമ്പർ ഓർ നോട്ട്. അപ്പോൾ n is equal to 1601 ആണ്. 1601. So consider all the primes less than or equal to
ഇൻറ്റിജർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് റൂട്ട് ഓഫ് 16001. സോ 1600 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ റൂട്ട് എന്തായിരിക്കും? 40 ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? 40 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദ പ്രൈംസ് വിച്ച് ആർ ലെസ് ദാൻ 40. 40നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിക്കാം. സോ ദർ ആർ 2, 3, 5, 7 എക്സെട്ര അപ് ടു 37. ഇനി ഇതിൽ ഏതെങ്കിലും 1601ൻ്റെ ഫാക്ടർ ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഒരു ഇൻറ്റിജർ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 5 കൊണ്ട് ആവണമെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 5 ഓർ 0 ആയിരിക്കണം. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ 1601ൻ്റെ ഫാക്ടർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നൺ ഓഫ് ദം ഈസ് എ ഫാക്ടർ എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂട്ടിനേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തപ്പോൾ അതൊന്നും തന്നെ ഈ ഒരു നമ്പറിൻ്റെ റൂട്ടല്ല, ഐ മീൻ ഡിവിസിബിൾ അല്ല, ഫാക്ടർ അല്ല. ദാറ്റ് മീൻസ് 1601 ഈസ് എ പ്രൈം. അപ്പോൾ ഇത് 1601 എന്നുള്ളത് പ്രൈം ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഇതൊരു അൽഗോരിതമായിട്ട് സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് എ പ്രൈം ഓർ നോട്ട്. സോ ലിസ്റ്റ് ഓൾ ദ പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് റൂട്ട് n. If any one of them is a factor of n, then n is not a prime, else n is a prime. So begin algorithm, end algorithm. It's not for your syllabus. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് നമ്പർ തിയററ്റിക് ഫങ്ഷൻ. ലെറ്റ് x be a positive real number. Then number theoretic function means represented by pi of x denote the number of primes less than or equal to x. So number theoretic function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ആ ഗിവൺ നമ്പറിനേക്കാളും ചെറുതും ഈക്വലോ ആയിട്ടുള്ള നമ്പർ ഓഫ് പ്രൈംസിൻ്റെ എണ്ണം, അതാണ് പൈ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ പൈ ഓഫ് 10നേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള പ്രൈംസ് 2, 3, 5 and 7. സോ ഇതിൻ്റെ നമ്പർ എത്രയാണ്? 4 എണ്ണമാണുള്ളത്. സോ പൈ ഓഫ് 10 ഈസ് 4. നൗ പൈ ഓഫ് 28.75. 28.75 എന്ന് പറയുമ്പോൾ 29നേക്കാളും ചെറിയ പ്രൈംസ് 2, 3, 5, 7, 11. 7 കഴിഞ്ഞിട്ട് 11 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്, 23, 27. ഓക്കെ, അപ്പോൾ 4, 6, 8, 9 എണ്ണം. ഓക്കെ, 9 എണ്ണമാണ് വരിക. 27 ഇല്ല, 23 വരെ. സോ 9 എണ്ണം. ദെൻ പൈ ഓഫ് 100 എത്രയാണ്? 25 ആണ്. 100-ന് താഴെ 100-നോട് താഴെയായിട്ട് എത്ര പ്രൈംസ് ഉണ്ട്? 25 പ്രൈംസ് ആർ ദർ. സോ പൈ ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട്, സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സമ്മേഷൻ പൈ ഓഫ് എക്സ് സമ്മേഷൻ 1 സിഗ്മ 1 വേർ പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് പ്രൈംസ് എക്സിനേക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള പ്രൈംസിന് എണ്ണം അനുസരിച്ച് 1 ആഡ് ചെയ്ത് പോവാം. അപ്പോൾ പൈ ഓഫ് 10 എന്നുള്ളത് അങ്ങനെ ഡിനോട്ട് ചെയ്യാം? പൈ ഓഫ് 10 എന്നാണെങ്കിൽ സിഗ്മ 1 പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ 10നേക്കാളും ചെറിയ പ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ആഡ് ചെയ്യേണ്ടത് 1 ആണ്. അപ്പോൾ പിക്ക് പോസിബിളായിട്ട് എന്തുണ്ട്? 2, 3, 5, 7. അപ്പോൾ പി ഈക്വൽ ടു 2 ആകുമ്പോൾ 1 പ്ലസ് പി ഈക്വൽ ടു 3ക്കും ഒരു 1, ദെൻ 5-ന് 1 പ്ലസ് 1. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, ദ നമ്പർ ഇറ്റ് സെൽഫ്. ഇനി പൈ ഓഫ് n കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. P1, P2 എക്സെട്ര PT ആർ ദ പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n. അതായത് റൂട്ട് n-നേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള പ്രൈംസ് P1, P2 എക്സെട്ര PT ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൈ ഓഫ് n എന്നുള്ളത് n-1 പ്ലസ് പൈ ഓഫ് റൂട്ട് n മൈനസ് സമ്മേഷൻ i ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ പി ഐ പ്ലസ് സമ്മേഷൻ i ലെസ് ദാൻ j n ബൈ പി ഐ പി ജെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഇങ്ങനെ ഓൾട്ടർനേറ്റ് പ്ലസ് n മൈനസ് വരും. സോ പൈ ഓഫ് n ഒന്നുകൂടി പറയാം. പൈ ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 പ്ലസ് പൈ ഓഫ് റൂട്ട് n-1 വന്നു, ദെൻ പ്ലസ് പൈ ഓഫ് റൂട്ട് n വന്നു, ദെൻ മൈനസ് n ബൈ പി ഐകളുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്തിട്ട് ആഡ് ചെയ്യാം, ദെൻ n ബൈ പി ഐ പി ജെ.
ഈ രണ്ടെണ്ണം പ്രൊഡക്റ്റ്, ദെൻ മൂന്നെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ്, അതെല്ലാം ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സെട്ര പ്ലസ് മൈനസ് 1 n by p1 p2 എക്സെട്ര pt. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 നമുക്കറിയാം അത് 25 ആണെന്നുള്ളത്. അത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ 100 ആണെന്ന് n ഈക്വൽ ടു 100 ആണ്. സോ ആദ്യം നമ്മൾക്ക് നോക്കേണ്ടത് എന്താണ്, റൂട്ട് എന്നിൻ്റെ താഴെയുള്ള പ്രൈംസ് p1 p2 pt വരെയുള്ളത് എടുക്കുക. സോ റൂട്ട് n എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 100 ദാറ്റ് ഈസ് 10. അതിന് താഴെ എത്ര പ്രൈംസ് ഉണ്ട്, 4 പ്രൈംസ് ആണുള്ളത്. ഏതൊക്കെയാണ്, 2 3 5 ആൻഡ് 7, p1 p2 p3 p4. ഓക്കെ, സോ പൈ ഓഫ് 100 ഈക്വൽ ടു n മൈനസ് 1. n മൈനസ് 1 എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 100 ആണ്. സോ 99 പ്ലസ് പൈ ഓഫ് 10, പൈ ഓഫ് 10 മൈനസ് സമ്മേഷൻ n ബൈ 100 ബൈ പി ഐ. 100 ബൈ പി ഐ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് പൈ ഓഫ് 100 ഈക്വൽ ടു 99 പ്ലസ് സമ്മേഷൻ പൈ ഓഫ് റൂട്ട് 10 4 മൈനസ് ഇനി സമ്മേഷൻ n ബൈ പി ഐ. സമ്മേഷൻ n ബൈ പി ഐ എന്ന് പറയുമ്പോൾ 100 ബൈ p1 ദാറ്റ് ഈസ് 2 അതിൻ്റെ ഇൻറ്റിജർ പ്ലസ് 100 ബൈ 3 അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് പ്ലസ് 100 ബൈ 5 ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് പ്ലസ് 100 ബൈ 7 അതിൻ്റെ ഇൻറ്റിജർ പാർട്ട്. മൈനസ് ആയതുകൊണ്ട് അടുത്തത് പ്ലസ്. ഇനി ഈ രണ്ടെണ്ണം വീതമുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 100 ബൈ 2 × 3 6 പ്ലസ് 100 ബൈ 3 × 5 എന്ന് പറയുമ്പോൾ 15 പ്ലസ് 100 ബൈ 5 × 7 35 പ്ലസ് 100 ബൈ 14. ഓക്കെ, ദെൻ മൂന്നെണ്ണം വീതമുള്ള പ്രോഡക്റ്റ് 235 237 257 ദെൻ 357 ആ രീതിയിൽ പ്ലസ് 4എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ്, അത് ഒറ്റ തവണയുള്ള 4 എണ്ണം ആയതുകൊണ്ട്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, ഇതെല്ലാം കൂടി എടുത്തിട്ട് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 25. സോ ഇൻ ദിസ് വേ വി ഹാവ് ദി റിസൾട്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്പർ ഓഫ് പ്രൈംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രൈം നമ്പർ തിയറം. അപ്പോൾ നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം which is known as the prime number theorem. We have to study only the statement. അതായത് ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ബൈ ലോഗ് എക്സ് ഈക്വൽ ടു 1. അതായത് എക്സ് ലിമിറ്റ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്തോറും പൈ ഓഫ് എക്സ് എന്നുള്ള നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ്റെയും എക്സ് ബൈ ലോഗ് എക്സിൻ്റെയും റേഷ്യോ എന്താണ്, 1 ആണ്. ദാറ്റ് മീൻസ് പൈ ഓഫ് എക്സ് എങ്ങോട്ടാണ് പോകുന്നത്, എക്സ് ബൈ ലോഗ് എക്സിലേക്ക് ട്രെൻഡ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്, as x gets larger and larger, the number theoretic function pi of x approaches x by log x. x by log x ചെയ്താൽ മതി. Okay, so the statement is only needed in your syllabus. So okay, that's all about this section 2.5. So let's talk